ഹലോ ഫ്രണ്ട്സ്, ഇൻവെർട്ടഡ് ഹാമർ കാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻവെർട്ടഡ് ഹാമർ കാൻഡിലിന്റെ ബോഡി ചെറുതായിരിക്കണം. അപ്പർ പോർഷനിലുള്ള വിക് സൈസ് കാൻഡിലിന്റെ ബോഡിനെക്കാട്ടിലും 2-3 ഇരട്ടി വലുതായിരിക്കണം. അങ്ങനത്തെ ഒരു കാൻഡിൽ ഫോർമേഷനെയാണ് നമ്മൾ ഇൻവെർട്ടഡ് ഹാമർ കാൻഡിൽ എന്ന് പറയുന്നത്. ഇൻവെർട്ടഡ് ഹാമർ കാൻഡിൽ നമുക്ക് എവിടെയാണ് ഫോം ചെയ്യേണ്ടത്? ഒരു ഡൗൺവേർഡ് ട്രെൻഡിങ് മാർക്കറ്റിലും ഒരു സപ്പോർട്ട് സോണിന്റെ അവിടെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടഡ് ഹാമർ കാൻഡിലാണ്. ആ ഒരു കാൻഡിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു ഡൗൺവേർഡ് ട്രെൻഡിങ് മാർക്കറ്റ് തിരിച്ച് ഒരു അപ്വേർഡ് ട്രെൻഡിലോട്ട് പോകാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു വാർണിംഗ് ഇൻഡിക്കേഷൻ ആണ് നമുക്ക് ആ ഒരു ക്യാൻഡിലിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള റീസൺ എന്താണ്? ആ ഒരു സപ്പോർട്ട് സോണിലായതുകൊണ്ട് തന്നെ അവിടെ ബയേഴ്സിന്റെ പ്രഷർ ഉണ്ടാവും. ആ ഒരു ബയേഴ്സിന്റെ പ്രഷർ കൊണ്ട് തന്നെ ആ ഒരു ക്യാൻഡിൽ ഒരു പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ബയേഴ്സിന്റെ സ്ട്രെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ബയേഴ്സിന്റെ സ്ട്രെങ്ത് ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഓപ്പണിംഗ് പ്രൈസ് എവിടെയാണോ അതിന്റെ അടുത്ത് തന്നെ ആയിരിക്കും വന്ന് ക്ലോസ് ചെയ്യുന്നത്. സോ ഇതിൽ കൂടുതൽ നമ്മൾ ഫുൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.